ഗുഡ് മോർണിംഗ് ഓൾ. PTS അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടെൻസുകളാണ്, അതായത് കാലങ്ങൾ. കാൽ എന്നാണ് നമ്മൾ ഹിന്ദിയിൽ പറയുക. നമുക്കറിയാം ഇംഗ്ലീഷിലെ പോലെ തന്നെ ടെൻസുകളെ മൂന്നായിട്ട് തന്നെയാണ് ഇവിടെയും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത് വർത്തമാൻകാൽ, രണ്ടാമത് ഭൂതകാൽ, മൂന്നാമത് ഭവിഷ്യത് കാൽ. വർത്തമാൻകാൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റ് ടെൻസും ഏകദേശം ഈക്വൽ ആണ്. ഭൂതകാൽ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഭവിഷ്യത് കാൽ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. സോ ഈ ഒരു ടെൻസുകളെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വർത്തമാൻകാലിനെ സാമാന്യ വർത്തമാൻകാൽ എന്നും താൽക്കാലിക വർത്തമാൻകാൽ എന്നും സന്ദിഗ്ധ വർത്തമാൻകാൽ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഭൂതകാലിനെ സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ, അപൂർണ ഭൂതകാൽ, താൽക്കാലിക ഭൂതകാൽ എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഭവിഷ്യത് കാൽ ആണെങ്കിലോ സാമാന്യ ഭവിഷ്യത് കാൽ, സംഭവ്യ ഭവിഷ്യത് കാൽ എന്ന രീതിയിൽ രണ്ടായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോ ക്ലാസ് ആയിട്ടാണ് ഓരോ ഡിവിഷൻസ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സാമാന്യ വർത്തമാൻകാലാണ്. സാമാന്യ വർത്തമാൻകാലിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് ടെൻസിൽ ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ താൽക്കാലിക വർത്തമാൻകാൽ എടുക്കും, അത് കഴിഞ്ഞ് സന്ദിഗ്ധ, അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഡിവിഷൻസും പഠിച്ചു പോകണം. അപ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ മാക്സിമം എക്സാമ്പിൾസ് നമ്മളൊരു 4-5 എക്സാമ്പിൾസ് നമ്മളവിടെ പരിചയപ്പെട്ടു പോകും. അത് കൂടാതെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്റേഴ്സോ എന്തെങ്കിലും ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഈ ഹിന്ദിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നോവൽ എന്തെങ്കിലും വായിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഗ്രാമർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. മാക്സിമം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അതിലൂടെ ഒന്ന് ജസ്റ്റ് നോക്കി പോകുന്നതിനനുസരിച്ചാണ് നിങ്ങൾ ഇതിനകത്ത് പെർഫെക്റ്റ് ആയി വരിക. സോ ഗ്രാമർ പോർഷൻസ് നിങ്ങൾ കൃത്യമായി എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ടും റിവൈസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. സോ നമുക്കിത് ക്ലാസ്സിലേക്ക് കിടക്കാം. വർത്തമാൻകാൽ, അതിനകത്തെ സാമാന്യ വർത്തമാൻകാലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ സാമാന്യ വർത്തമാൻകാലിൽ എല്ലാ ഒരു ടെൻസുകളിലും നമ്മൾ ടെൻസുകളിൽ ഡിഫറൻസ് വരുന്നത് പുല്ലിംഗ ഏകവചൻ, പുല്ലിംഗ ബഹുവചൻ, സ്ത്രീലിംഗ ഏകവചൻ, സ്ത്രീലിംഗ ബഹുവചൻ. മേം വരുമ്പോൾ എന്ത് സംഭവിക്കും, തും വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഓരോ ഡിവിഷൻസിലും കാണാനുള്ളത്. ഇതിനനുസരിച്ച് സെൻറ്റൻസുകളിൽ വ്യത്യാസവും വരും. ഹിന്ദിയിൽ സ്ത്രീലിംഗ പുല്ലിംഗത്തിൽ അതിൽ തന്നെ ഒരുപാട് തന്നെ വേർഡ്സ് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ ഗ്രാമറിൽ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏകവചനാണെങ്കിലും ബഹുവചനാണെങ്കിലും സെൻറ്റൻസുകളിലും ടെൻസുകളിലും അതിനകത്ത് നമ്മൾ എഴുതേണ്ട വേ ഓഫ് റൈറ്റിങ്ങിലും ഡിഫറൻസ് ഉണ്ട്. സോ നമുക്കത് നോക്കാം, എങ്ങനെയാണ് ഈ പുല്ലിംഗ ഏകവചൻ ബഹുവചൻ ഇതിലൊക്കെ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നതെന്നോ. അപ്പൊ പുല്ലിംഗ ഏകവചനാണ് നമ്മുടെ കർത്താവെങ്കിൽ, നമുക്കറിയാം കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് പുല്ലിംഗ ഏകവചനാണെങ്കിൽ, ഇപ്പോൾ പുല്ലിംഗ ഏകവചനം എന്ന് പറയുമ്പോൾ ലഡ്ക ആണെങ്കിൽ കർത്താവെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും, നമുക്ക് ഈ ഒരു ടെൻസ് എങ്ങനെയായിരിക്കും വരിക, എന്ത് ചെയ്യേണ്ടത് താ ഹേ എന്നതിലായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പുല്ലിംഗ ഏകവചനാണെങ്കിൽ താ ഹേയിൽ അവസാനിക്കും. ഇനി പുല്ലിംഗ ബഹുവചനാണ് കർത്താവെങ്കിൽ, അതായത് സബ്ജക്റ്റ് എങ്കിൽ എന്തിലായിരിക്കും അവസാനിക്കുക, തേ ഹേയിലായിരിക്കും അവസാനിക്കുക. മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് സാമാന്യ വർത്തമാൻകാലിലാട്ടോ ഇങ്ങനെ വരുന്നത്. എന്താണ് ശരിക്കും സാമാന്യ വർത്തമാൻകാൽ? നിങ്ങൾക്കറിയാം സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിനെയാണ് സാമാന്യ വർത്തമാൻകാൽ എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പുല്ലിംഗ ഏകവചനാണ് കർത്താവെങ്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് എങ്കിൽ താ ഹേയിലായിരിക്കണം അവസാനിക്കേണ്ടത്. പുല്ലിംഗ ബഹുവചനാണ് കർത്താവെങ്കിൽ തേ ഹേയിലായിരിക്കും അവസാനിക്കേണ്ടത്. ക്രിയയോട് കൂടെ താ ഹേയോ തേ ഹേയോ വരണം, എങ്കിലാണ് പുല്ലിംഗ ഏകവചൻ പുല്ലിംഗ ബഹുവചൻ ഡിഫറൻസ് നമുക്ക് കാണിക്കാൻ പറ്റുക. ഇനി സ്ത്രീലിംഗ ഏകവചനാണെങ്കിലോ ക്രിയാധാതുവിന്റെ കൂടെ തീ ഹേ വരണം. സ്ത്രീലിംഗ ബഹുവചനാണെങ്കിലോ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ पुल्लिंग एकवचन है तो
क्रिया धातु के साथ ता है, पुल्लिंग बहुवचन है तो क्रिया धातु के साथ ते है. ഇതിപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം പുല്ലിംഗ ഏകവചൻ, പുല്ലിംഗ ബഹുവചൻ, സ്ത്രീലിംഗ ഏകവചൻ, സ്ത്രീലിംഗ ബഹുവചൻ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മേം വരുമ്പോൾ ഇപ്പം മേം എന്ന് പറയുമ്പം മേം രാമൂഹെ, ഇപ്പം മേം എന്ന ഒരു വേർഡിലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ, ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ മേം എന്ന് പറയുന്ന വ്യക്തി ഞാൻ, മേം എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി പുല്ലിംഗ ആണ് എങ്കിൽ എന്തിലായിരിക്കും അവസാനിക്കേണ്ടത്? ക്രിയാധാതുവിൻ്റെ കൂടെ, ക്രിയയോടുകൂടെ എന്താണ് ചേർക്കുന്നത്? ക്രിയ എന്ന് പറയുന്നത് എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു പോയിരുന്നു ക്രിയ എന്താണെന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ എന്ന് കരുതുന്നു. ക്രിയ എന്താണെന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കർത്ത ഹേ, കർത്തി ഹേ, ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിന് കർത്ത എന്നാണ്. ഇനി മറ്റൊരു വാക്ക് പറയുകയാണെങ്കിൽ ജാത്താ ഹേ, ജാത്തി ഹേ. ജാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ പോവുക. സോ അങ്ങനെയാണ് അതിനകത്ത് ഡിഫറൻസ് വരുന്നത്. ഇനി മേം വരുമ്പോൾ എന്താണ് വരിക? മേം എന്ന് പറയുന്ന വ്യക്തി ആൺകുട്ടിയാണെങ്കിൽ, പുല്ലിംഗ ആണെങ്കിൽ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആൺകുട്ടിയാണെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്രിയാധാതുവിൻ്റെ കൂടെ എന്തായിരിക്കും ആഡ് ചെയ്യേണ്ടത്? താ, മേം ആയതുകൊണ്ട് ഹൂം വരണം. നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മേം, ഹൂം. ഇനി സ്ത്രീലിംഗാണ് മേം എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്ന വ്യക്തി സ്ത്രീലിംഗ ആണെങ്കിൽ എന്ത് വരണം? തീ, ഹൂം ആയിരിക്കും വരിക. ഇനി തും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ സർവനാമങ്ങളിൽ പഠിച്ചിരുന്നു. തും എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, തും നിങ്ങൾ എന്നാണ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പുല്ലിംഗ ആണെങ്കിൽ എന്തായിരിക്കും വരിക? താ, ഹോ. തും വരുമ്പോൾ ഹോ വരുമെന്ന് നിങ്ങൾക്കറിയാം. ഇനി തും എന്നാ നിങ്ങൾ എന്ന വ്യക്തി സ്ത്രീലിംഗ ആണെങ്കിൽ എന്തായിരിക്കും വരിക? തീ, ഹോ ആയിരിക്കും വരിക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് താഹേ, തേഹേ, തീഹേ, തീഹേ, താഹൂം, തീഹൂം, താഹോ, തീഹോ ഇതൊക്കെ എങ്ങനെയാണ് വന്നേന്ന് പിടികിട്ടിയല്ലോ അല്ലേ? കോമൺ ആയിട്ട് എളുപ്പത്തിന് പറയാം, സ്ത്രീലിംഗ ആണെങ്കിൽ എപ്പോഴും തീ ആയിരിക്കും വരിക, തീ. പുല്ലിംഗ ആണെങ്കിൽ തായോ തേയോ വരും. മനസ്സിലായല്ലോ? ഇതിപ്പോൾ സാമാന്യ വർത്തമാനക്കാൽ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഇത് ഒന്നും കൂടെ ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് 1-2 എക്സാമ്പിൾസ് കൂടെ പോയി നോക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ കടക്കാം. എക്സാമ്പിൾസ് കിട്ടുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. മോഹൻ ഹിന്ദി പഠിക്കുകയാണ്. അപ്പോൾ മോഹൻ ഹിന്ദി പഠിക്കുകയാണെന്നുള്ളതാണ് നമ്മുടെ വേർഡ്. മോഹൻ ഹിന്ദി പഠിക്കുന്നു. ഇതെങ്ങനെ എഴുതാൻ പറ്റും? മോഹൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പേരാണല്ലോ, മോഹൻ ഒരു ആൺകുട്ടിയാണ്, ഒരാളേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? മോഹൻ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവാട്ടോ. ഇനി കുട്ടി എന്താ ചെയ്യുന്നത്? ഹിന്ദിയാണ് പഠിക്കുന്നത്. ഹിന്ദി അതുപോലെ തന്നെ ഹിന്ദി നമ്മൾ എഴുതുന്നു. ഇനി മോഹൻ ഹിന്ദി പഠിക്കുന്നു. പഠിക്കുക എന്നുള്ളതിന് എന്താ പറയാ? പട്. പക്ഷേ പട് മാത്രം മതിയോ? മോഹൻ ക്രിയാധാതുവിൻ്റെ കൂടെ എന്ത് നമുക്ക് ആഡ് ചെയ്യണം? ടെൻസിൻ്റെ ഭാഗവും കൂടെ ആഡ് ചെയ്യാനുണ്ട്. സോ നമ്മൾ കർത്താവിലേക്ക് നോക്കുന്നു, അതായത് സബ്ജക്റ്റിലേക്ക് നോക്കുന്നു. സബ്ജക്റ്റ് എന്താണ്? മോഹനാണ്. മോഹൻ എന്താണ്? പുല്ലിംഗാണ്. മോഹൻ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പോൾ ഏകവചനാണ്. അപ്പോൾ എന്താ? പുല്ലിംഗ് ഏകവചനാണ് വരേണ്ടത്. ഇപ്പം നടക്കുന്ന കാര്യമാണ്, പഠിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? പുല്ലിംഗ് ഏകവചനത്തിൻ്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? താ, ഹേ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? താ, ഹേ ആഡ് ചെയ്യണം. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം മോഹൻ ഹിന്ദി പഠിക്കുന്നു പറഞ്ഞാൽ എന്താ? മോഹൻ ഹിന്ദി പഠിത്താ ഹേ. ഇനി സപ്പോസ് മോഹന് വേറെ ഏതെങ്കിലും പെൺകുട്ടിയാന്ന് എഴുതിക്കോ. ആരാ? നേഹ. ഇപ്പോൾ നേഹ ഹിന്ദി പഠിക്കുന്നു എന്നാണെങ്കിലോ ഇതെങ്ങനെയായിരിക്കും ഈ സെൻറ്റൻസ് മാറുക? നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കർത്താവ് നേഹ ആയതുകൊണ്ട് നേഹ അങ്ങനെ തന്നെ. കുട്ടി പഠിക്കുന്നത് ഹിന്ദി ആയതുകൊണ്ടും അതിനും യാതൊരു മാറ്റവുമില്ല, ഹിന്ദി തന്നെ. പഠിക്കുന്നു എന്നത് പഡ് എന്നാണ്. ഇനിയിപ്പോൾ അതിനകത്ത് എന്ത് ചേഞ്ച് ആയിരിക്കും വരിക? നേഹ സ്ത്രീലിംഗാണ്, നേഹ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഏകവചനാണ് വരിക. അപ്പം എന്ത് വേണം? സ്ത്രീലിംഗ ഏകവചന ആണ് ആഡ് ചെയ്യേണ്ടത്. സ്ത്രീലിംഗ ഏകവചന ആയതുകൊണ്ട് എന്താണ് ക്രിയാധാതു? അത് ക്രിയ എന്ന് പറയുന്നത് പഡ്, പഠിക്കുക എന്ന ക്രിയയുടെ കൂടെ എന്തായിരിക്കും വരിക? തീ, ഹേ ആയിരിക്കും വരിക. അപ്പം പഠിത്തി ഹേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പുല്ലിംഗ് ഏകവചൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുല്ലിംഗ്
ഏകവചൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണമെന്നും സ്ത്രീലിംഗ ഏകവചൻ വന്നാൽ എന്ത് ചെയ്യണമെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ പുല്ലിംഗ് ബഹുവചനാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇപ്പം പുല്ലിംഗ് ബഹുവചൻ എന്ന് പറയുമ്പോൾ 2 പേര് വേണമല്ലോ. ഏതായാലും ഒരാൾ വന്നാൽ ബഹുവചനാവില്ലല്ലോ. അപ്പം മോഹനും ഒരു രാജീവ്. മോഹനും രാജീവ് എന്താ? ഹിന്ദി പഠിക്കാൻ തന്നെ ആക്കാം. ഹിന്ദി പഠിക്കുന്നു. ഇതെങ്ങനെ നമ്മൾ എഴുതും? 2 പേരുണ്ട്, ശ്രദ്ധിക്കണം. രാജീവ് ഉണ്ട്, മോഹനുണ്ട്. 2 പേരും ഹിന്ദി പഠിക്കുന്നതാണ്. അത് ഇപ്പോഴാണ് പഠിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, പഠിച്ചിരുന്നു എന്നുമല്ല, പഠിക്കുന്നു എന്നാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളല്ല, അവർ 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെങ്ങനെയായിരിക്കും നമ്മളിത് എഴുതുക? എന്താണേലും കർത്താവ് മോഹൻ ആൻഡ് രാജീവാണ്. അത് അതുപോലെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? മോഹൻ ഓർ രാജീവ്, മോഹൻ ഓർ രാജീവ്. പിന്നെ എന്താ ചെയ്യുന്നത് അവർ? ഹിന്ദിയോ? ഓക്കെ, അപ്പൊ ഹിന്ദി തന്നെ. ഹിന്ദി പഠിക്കുകയാണ്, പഠ്. കൂടെ എന്താ ചേർക്കണ്ടേ? പുല്ലിംഗ് ബഹുവചനാവുമ്പോ എന്ത് ചേർക്കണം എന്നാ പറഞ്ഞേ? തേ ഹൈ. എന്തുകൊണ്ടാ തേ വരാൻ കാരണം? രാജീവ് മോഹന് 2 പേരുണ്ട്, പുല്ലിംഗ് ബഹുവചനാണ്, അതുകൊണ്ടാണ് തേ ഹൈ വന്നേ. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനിയിപ്പോ സ്ത്രീലിംഗ് ബഹുവചനാണെങ്കിലോ നേഹ ഓർ ഒരാളുടെയും കൂടെ പേര് വേണം. ഇനി ആരെ ആഡ് ചെയ്യും? രാജി ആയിക്കോട്ടെ. നേഹ ഓർ രാജി ഹിന്ദി ഹിന്ദി പഠിത്തി ഹൈ. അപ്പൊ എന്താ ഇത്? സ്ത്രീലിംഗ് ബഹുവചനായി. ഓക്കെ ആണല്ലോ. ഇനി മേമിന്റെ കുറച്ചും കൂടെ നോക്കി പോവാട്ടോ. മേം മറന്നുപോയി. ഇത് 4 നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പുല്ലിംഗ് ഏകവചൻ വരുമ്പോൾ എന്താണ്? സ്ത്രീലിംഗ് ഏകവചൻ വരുമ്പോൾ എങ്ങനെയാണ്? പുല്ലിംഗ് ബഹുവചൻ വരുമ്പോൾ എങ്ങനെയാണ്? സ്ത്രീലിംഗ് ബഹുവചൻ വരുമ്പോൾ എങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ നന്നായി പിടി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഞാൻ ഹിന്ദി പഠിക്കുന്നു. ഈ ഞാൻ ആരായിരിക്കും? ഞാൻ ആര് വേണേലാവുമല്ലോ. ഞാൻ വേണമെങ്കിൽ പുല്ലിംഗാകാം, ഞാൻ വേണമെങ്കിൽ സ്ത്രീലിംഗാകാം. ഞാൻ എന്ന വ്യക്തി ആരാണെന്ന് അവിടെ കൃത്യമായി പറയുന്നില്ല. പക്ഷെ എങ്ങനെ പറയണം? അതിനകത്ത് ടെൻസിലൂടെ പറയണം ഞാൻ എന്ന വ്യക്തി ആരാണെന്ന്. ഞാൻ എന്ന വ്യക്തി സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീലിംഗത്തിലായിരിക്കും അതിനകത്ത് ക്രിയാധാതുവിന്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട ടെൻസ്. അതുപോലെ ഇനിയിപ്പോൾ പുല്ലിംഗാണെങ്കിലോ പുല്ലിംഗത്തിനനുസരിച്ച് വേണം കൊടുക്കാൻ. അപ്പൊ ഈ ക്രിയാധാതുവിന്റെ കൂടെ കൊടുക്കുന്നതിനനുസരിച്ച്, ക്രിയാധാതു എന്ന് പറഞ്ഞാൽ ക്രിയ, അതിന്റെ കൂടെ കൊടുക്കുന്നതിനനുസരിച്ച് വേണം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ ഇത് ആരാണ് വ്യക്തി എന്ന് മനസ്സിലാക്കാൻ. സോ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ആരാണ് വ്യക്തി എന്ന്. പക്ഷെ നമുക്ക് പറ്റും. എങ്ങനെ? ടെൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് 2 രീതിയിൽ ഞാൻ എന്ന വ്യക്തി സ്ത്രീലിംഗത്തിലും ഞാൻ എന്ന വ്യക്തി പുല്ലിംഗത്തിലും നമുക്ക് ഇവിടെ ഹിന്ദി പഠിക്കുന്നു എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ എഴുതാന്ന്. ആദ്യം തന്നെ മേം എന്ന് പറയുമ്പോൾ ഞാൻ ഹിന്ദി പഠിക്കുന്നു എന്നാണല്ലോ. അപ്പൊ ഹിന്ദി അത് തന്നെ. ഹിന്ദി പഠിക്കുന്നു. ഞാനിപ്പോ ഒരു ആൺകുട്ടിയാണെന്ന് കരുതിക്കോ. പഠ്താ ഹൂം. മേം പഠ്താ ഹൂം. അപ്പൊ ഞാൻ എന്തായി? ആൺകുട്ടിയായി. ഇനി ഞാൻ പെൺകുട്ടിയാണെങ്കിലോ മേം ഹിന്ദി പഠ്തി ഹൂം. മനസ്സിലായോ? മേം ഹിന്ദി പഠ്താ ഹൂം എന്ന് വരുമ്പോൾ അവിടെ ആൺകുട്ടിയും, മേം ഹിന്ദി പഠ്തി ഹൂം എന്ന് പറയുമ്പോൾ ഞാനൊരു പെൺകുട്ടിയുമായി. ഇതിനകത്ത് ഏതായാലും ബഹുവചൻ എന്താണേലും വരൂല. കാരണം എന്താ? മേം എന്ന് പറയുന്നത് എന്താ? ഞാനാണ്, ഒരാളേ ഉള്ളൂ. സോ അത് ഏകവചനത്തിലേ വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്നതിന് പകരം നിങ്ങൾ എന്നതാണ് വരുന്നതെങ്കിലോ നിങ്ങൾ ഹിന്ദി പഠിക്കുന്നു. എങ്ങനെ എഴുതും? നിങ്ങൾ ഏതായാലും തുമ്മാണെന്ന് നമുക്കറിയാം. ഹിന്ദിക്ക് ഹിന്ദി എന്നും തന്നെ എഴുതും. പഠിക്കുന്നു, പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു. നിങ്ങൾ ഹിന്ദി പഠിക്കുന്നു. അത് നിങ്ങൾ എന്ന വ്യക്തി ആൺകുട്ടികളാണ് എങ്കിൽ എന്ത് വരും? നേരത്തെ നമ്മൾ പഠിച്ച പോലെ തേ ഹോ വരും. തും വരുമ്പോൾ ഹോ വരണം. ഇനി നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പെൺകുട്ടികളാണ് എങ്കിൽ
ഹിന്ദി പഠ്തി ഹോ. നിങ്ങൾക്ക് ഇതിപ്പോൾ ക്ലിയർ ആയോ? ഇതിനകത്ത് എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പ് കൊടുക്കണേ, അത് വിട്ടുപോയി. എന്നാലാണ് സെൻറ്റൻസ് നമ്മൾ മലയാളത്തിൽ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുന്ന പോലെയാണ് ഈ ഒരു ലൈൻ ലാസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ പിടികിട്ടിയോ നിങ്ങൾക്ക്? പുല്ലിംഗ ഏകവചനത്തിൽ താഹേ ആയിരിക്കും വരിക, സ്ത്രീലിംഗ ഏകവചനത്തിൽ തീഹേ ആണ് വരിക. പുല്ലിംഗ ബഹുവചനത്തിൽ തേഹയും സ്ത്രീലിംഗ ബഹുവചനത്തിൽ തീഹയും മേം അല്ലെങ്കിൽ ഞാൻ എന്നതിൽ വരുമ്പോൾ പുല്ലിംഗ താഹൂമും മേം സ്ത്രീലിംഗത്തിൽ തീഹൂമും തും പുല്ലിംഗത്തിൽ തോഹോയും തും സ്ത്രീലിംഗത്തിൽ തീഹോയും വരും. ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇത് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ പാറ്റേൺ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമർ പോർഷൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എടുക്കാത്തത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്തൊരു ക്ലാസ് തൊട്ട് വളരെയധികം കുറച്ച് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് ചെയ്തു നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ താ തീ തേ ഇതൊക്കെ എവിടെയാണ് ആഡ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെയിം പാറ്റേണിലുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് അതിൽ തന്നെ പുല്ലിംഗ സ്ത്രീലിംഗ ഏകവചൻ ബഹുവചനൊക്കെ മാറ്റി നമ്മൾ കൊടുത്തത്. സോ അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ വ്യത്യസ്ത എക്സാമ്പിൾസുമായിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്കിത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് തുടർന്നും വരുന്ന ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.